പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജെമിനിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. തീർച്ചയായിട്ടും അതിന് ജെമിനി എന്താണ് ഉത്തരം തരുന്നത് എന്നുള്ളത് നോക്കാം. ജെമിനി, രാഹുൽ ഗാന്ധി നമ്മുടെ ഇന്ത്യയിൽ ഭരണം പിടിച്ചെടുക്കുമോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ? ഒന്ന് പറയാമോ? എന്താണ് എന്താ പറയുന്നത് നോക്കട്ടെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെ ജനവിധി, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സഖ്യകക്ഷികളുടെ പിന്തുണ എന്നിവയെ ആശ്രയിച്ചിരിക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ചില പ്രധാന നിരീക്ഷണങ്ങൾ താഴെ നൽകുന്നു. എന്തൊക്കെയാണ്? രാഷ്ട്രീയ പ്രവചനങ്ങൾ. 2029 പ്രതീക്ഷ. കോൺഗ്രസ് നേതാക്കളായ DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ 2029 പൊതുതെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ശക്തമായി പ്രവചിച്ചിട്ടുണ്ട്. രാജ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് ഇവരുടെ വാദം. ലോക്സഭയിലെ പദവി. നിലവിൽ അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ പ്രവർത്തിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗൗരവവും സ്വാധീനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വെല്ലുവിളികളും അനുകൂല ഘടകങ്ങളും. ഇന്ത്യ സഖ്യം, ഇന്ത്യ അലയൻസ്. BJPയെ നേരിടാൻ രൂപീകരിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റത്തിൽ നിർണായകമാണ്. ഈ സഖ്യകക്ഷികളുടെ പിന്തുണ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ അത്യാവശ്യമാണ്. ജനപ്രീതി. ഭാരത് ജോഡോ യാത്ര പോലുള്ള പരിപാടികൾ അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. എങ്കിലും ഭരണകക്ഷിയുടെ ശക്തമായ പ്രതിരോധവും മറ്റു പ്രാദേശിക പാർട്ടികളുടെ നിലപാടുകളും വലിയ വെല്ലുവിളികളാണ്. ശ്രദ്ധിക്കുക, ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചനാതീതമാണ്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഭരണം പിടിച്ചെടുക്കുമോ എന്നത് വോട്ടർമാരുടെ തീരുമാനത്തെയും അക്കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളെയും ആശ്രയിച്ചിരിക്കും. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ വരാനിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിയാൻ താൽപര്യമുണ്ടോ?